യാക്കോബ് കണ്ട ആ ഗോവണിയോടൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഗോവണി കയറിയാണ് നമ്മൾ ശരിക്കും ബെത്ലഹേമിലേക്ക് പോകുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് യാക്കോബ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം എഴുന്നേറ്റ് ഉടനെ പറയുന്ന ഇപ്രകാരമാണ്: ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിൻ്റെ ഭവനം. ബഥേൽ, ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഭവനം, ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. ബഥേൽ, അങ്ങനെയാണ് ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരുണ്ടാവുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ സ്ഥല കേന്ദ്രീകൃതമായിട്ടുള്ള ആരാധന ആരംഭിക്കുന്നത് ശരിക്കും ഇവിടെ നിന്നാണ്. അതായത് ദൈവം ജനറലായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി ദൈവത്തിന് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ദൈവം സന്നിഹിതനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു സംഭവത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് പിന്നീട് ജെറുസലേമിൽ ദേവാലയം പണിയുന്നതും ആ ദേവാലയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഇപ്പോൾ ലോകത്തു നിന്നുള്ള എല്ലാ മനുഷ്യരും ദൈവത്തെ കാണാനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലും. അങ്ങനെ ഒരു ചിന്ത വരികയാണ്. പക്ഷെ പിന്നീട് ഈശോ വന്നതിന് ശേഷം ഇതിനെ മാറ്റുകയാണ്. ഈശോ വന്നതിന് ശേഷം ഈ സ്ഥല കേന്ദ്രീകൃതമായ ആരാധനയിൽ നിന്നും വ്യക്തി കേന്ദ്രീകൃതമായ ആരാധനയിലേക്ക് മാറുന്നു. ദൈവം ഇനിയുള്ളത് ഒരു സ്ഥലത്തല്ല, മറിച്ചൊരു വ്യക്തിയിലാണ്. ആ വ്യക്തി ഈശോയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്നു, നിങ്ങൾ ഈ ദേവാലയം പൊളിച്ചു കളയുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനർനിർമ്മിക്കും. അതുമാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഈശോ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, സ്ത്രീയെ, നിങ്ങൾ ഈ മലയിലോ ആ മലയിലോ ദൈവത്തെ ആരാധിക്കാത്ത സമയം വരുന്നു, ആത്മാവിലും സത്യത്തിലും യഥാർത്ഥ ആരാധകർ ദൈവത്തെ ആരാധിക്കുന്ന സമയം വരും. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പൗലോസ് ലേഖ പറയുന്നു, അവൻ മൂർത്തിഭാവമാണ്, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തിഭവിച്ചിരിക്കുന്നു. അതായത് സ്ഥലത്തെ കേന്ദ്രീകരിച്ച് സ്ഥലങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഒരുപക്ഷെ നമുക്ക് ചില സ്ഥലങ്ങൾ ഇഷ്ടമായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് ചില പ്രസ്ഥാനങ്ങൾ ഇഷ്ടമായിരിക്കാം, ചില കൂട്ടായ്മകൾ നമുക്ക് ഇഷ്ടമായിരിക്കാം. അല്ല, അങ്ങനെയുള്ള സ്ഥല കേന്ദ്രീകൃത ആധ്യാത്മികതയിൽ നിന്നും ഈശോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുള്ള ആധ്യാത്മികതയിലേക്ക് ഈ ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഈശോയുടെ ജനനം നമ്മളെ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഈ ബെത്ലഹേമിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ കളയേണ്ടതാണ് ചില സ്ഥലങ്ങളെ, നമ്മൾ പ്രധാനപ്പെട്ടതെന്നൊക്കെ കരുതിയിരിക്കുന്ന ചില സ്ഥലങ്ങളെ, ചില ചിന്താരീതികളെയൊക്കെ മാറ്റിവെച്ച് ഈശോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ സ്നേഹിക്കുന്നത്, ആ വ്യക്തിയാണ് ഞാൻ ഓർക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ പോകാൻ നമുക്ക് പറ്റണം. അത് നമ്മുടെ ആധ്യാത്മികതയെ വളർത്തും. പുൽക്കൂട് നമുക്കൊരു അനുഭവമായിട്ട് മാറും. ഈശോ എന്ന് പറയുന്ന വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, ജോയലച്ചൻ.